നിൽക്കുമ്പോൾ അകലേന്ന് ഒരു ഡോക്ടർ ഞങ്ങൾ വരുന്നതുകൊണ്ട് ഒരു 5-10 ഹൈറ്റൊക്കെ ഉണ്ടാവും, നല്ല ഹൈറ്റും സൈസുള്ള ഒരു സ്ത്രീ. ആ സ്ത്രീയുടെ പി കിറ്റ് ആഷ് കളറാണ്. മറ്റുള്ള ഡോക്ടേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നത് വൈറ്റും ലൈറ്റ് ബ്ലൂ കളറും പി കിറ്റായിരുന്നു. അപ്പോൾ ഞാൻ ഈ ആഷ് കളർ പി കിറ്റ് ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ മോളും എൻ്റെ ഹസ്ബൻഡും ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ റയറായിട്ട് കണ്ടിട്ടുള്ളൂ, ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം മോള് പറഞ്ഞു, അമ്മ അത് ആരാ വരണേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നു അത് കാണുമ്പോൾ മാതാവായിരിക്കും വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അവളും പറഞ്ഞു അവൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നിയിട്ടാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞങ്ങൾ 7 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിയിരുന്നു. മോളോട് ഞാൻ പറഞ്ഞു, മോള് പേടിക്കണ്ട, 7 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിയാൽ മതി, മാതാവ് ഡോക്ടറുടെ വേഷത്തിൽ വന്നോളൂ എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഡോക്ടർ അകലേന്ന് ഞങ്ങൾ വരുന്നത് കാണുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ദൂരെ നിന്നായിരുന്നു. ആൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ആ ഡോക്ടറെ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേകത തോന്നണില്ലേ എന്ന് ആൾ ചോദിച്ചു. അപ്പോൾ ആൾക്കും തോന്നിയെന്ന് എനിക്ക് മനസ്സിലായി. ഉടൻ തന്നെ ഹസ്ബൻഡിൻ്റെ അടുത്ത് വന്നിട്ട് ഡോക്ടർ എന്താ അവിടെ നിൽക്കണേന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു, ഇവർക്ക് തെറ്റുപറ്റി, ഞങ്ങൾ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ വന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ അവിടേക്ക് പോകുന്ന കണ്ട്, തിരിച്ചു പോകുന്ന കണ്ട്. പെട്ടെന്ന് തന്നെ മോളുടെ പേര് വിളിച്ചു. ഫസ്റ്റ് തന്നെ ഞങ്ങൾ കയറിയപ്പോൾ ഈ ഡോക്ടർ തന്നെയാണ് മോളെ ടെസ്റ്റ് ചെയ്യാനായിട്ട് വന്നപ്പോൾ ഡോക്ടർ മോളെ വിളിച്ചത് റോസേ എന്നാണ്. എൻ്റെ മോളുടെ പേര് ആൻഡ്രോസ് എന്നാണ്. ഞങ്ങൾ വീട്ടിൽ അവളെ വിളിക്കുക റോസ് എന്നാണ്. ഈ ഡോക്ടർക്ക് റോസേന്ന് അവളെ വിളിക്കേണ്ട കാര്യമില്ല. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. എന്നേക്കാളും ബന്ധമുള്ള ആരോ ഒരാൾ അവളങ്ങനെ വിളിക്കണ പോലെയാണ് എനിക്ക് തോന്നിയത്.